ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു വിട്ടോപ്പിയ. റിയൽ ലൈഫ് സ്റ്റോറിയാണ് എന്നുള്ളത് കൊണ്ടുകൂടി അത് വളരെ ഇൻസ്പയറിങ് ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിനൊരു ബെസ്റ്റ് ഫിലിം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കൺവിൻസിങ് ആണ്. അതിനകത്ത് നമുക്ക് എതിരഭിപ്രായമൊന്നുമില്ല. ഇതിനിടയിൽ ജെനുവിൻ ആയിട്ടുള്ള ജഡ്ജ്മെന്റുകൾ ഉണ്ട് എന്ന് തോന്നുന്നു. പിന്നെ അത് പല അവാർഡുകളും അവർ ഷെയർ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഉർവശിയുടെ കൂടെ ജാനകി ബോധിബല അങ്ങനെ കൊണ്ട് പറഞ്ഞിട്ട് ഒരു നടിയുടെയാണ് വഷ് എന്ന് പറയുന്ന ഒരു സിനിമ. അത് ഞാൻ കണ്ടിട്ടില്ല. സിനിമ മുത്തുപ്പെട്ട സോനു ഭാസ്കർ, വിജയരാഘവന് പൂക്കാലത്തിന് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡ് കൊടുത്തത് ഷെയർ ചെയ്തിരിക്കുന്നത് പാർക്കിംഗ് എന്ന് പറയുന്ന തമിഴ് ചിത്രത്തിലെ അഭിനേതാവ്. അതൊക്കെ നല്ലൊരു ജഡ്ജ്മെന്റ് ആയിട്ട് തോന്നി. പാർക്കിങ്ങിലെ അഭിനയം പ്ലസ് ഇതിനകത്തിലേക്ക് റീജിയണൽ സിനിമ അവാർഡ് നിർണ്ണയം വരുമ്പോഴത്തേക്കാണ് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വരുന്നത്. ബെസ്റ്റ് ഹിന്ദി ഫിലിം കത്തൽ, ആ സിനിമ കണ്ടിട്ടുണ്ട്. അതൊരു എനിക്കൊന്നൊരു MLA അങ്ങനെ നടത്തുന്നു. അയാളുടെ വീട്ടിലെ ഒരു ചക്ക, പ്ലാവിൽ നിന്ന് ചക്ക കളവ് പോകുന്നത് അന്വേഷിക്കുന്ന ഒരു സ്റ്റോറിയാണ്. ആ ഒരു സ്റ്റോറി പുരോഗമിക്കുമ്പോഴത്തേക്ക് ആ ചക്ക അന്വേഷണം അതിന്റെ ഡിസ്കൈസ് ആയിട്ട് മാറി മറ്റൊരു സീരിയസ് സിറ്റുവേഷനിലേക്കൊക്കെ പോകുന്ന രീതിയിൽ കുറച്ചുകൂടെ റീജിയണൽ ആയിട്ടുള്ള ആ ഒരു നല്ലൊരു സിനിമ തന്നെയായിരുന്നു കത്തൽ. അപ്പം ഹിന്ദിയുടെ ഒരു കാര്യം കഷ്ടമാണ്, നമുക്കറിയാം. കാരണം റോക്കി ഓർ റാണിക്ക് പ്രേം കഹാനിയൊക്കെയാണ് അവാർഡ് കാറ്റഗറിയിൽ അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. കൂടെ മനോജ് വാജ്പേയിയെ പോലെയൊക്കെ നടന്മാർ ഇപ്പോഴും ഉള്ളത് കൊണ്ട് ഒന്ന് രണ്ട് സിനിമ ആ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതായത് ഗുൽമോഹർ അല്ലെങ്കിൽ സിർഫ് ഏക് ബന്ദായി കാഫി അങ്ങനെ ഒരു സിനിമയും കൂടെ വന്നായിരുന്നു. അതൊക്കെ അവിടെ ഉള്ളപ്പോഴാണ് ഈ അവാർഡ് നിർണ്ണയമൊക്കെ ഈ രീതിയിൽ പോകുന്നത് എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ ജോക്ക്. ഈ റോക്കി ഓർ റാണിക്ക് പ്രേം കഹാനി വോൾസം എന്റർടൈൻമെന്റിനുള്ള ബെസ്റ്റ് പിക്ചർ അവാർഡ് കൊടുത്തിരിക്കുന്നത് ആ പടത്തിനാണ്. ആശയ ദാരിദ്ര്യം അല്ലെ നല്ല സിനിമകളുടെ ദാരിദ്ര്യം മൂലമാണോ എന്നുള്ളതാണ് ഇതിനകത്തിലെ സംശയം. പക്ഷേ ഈ ഗുൽമോഹർ അല്ലെങ്കിൽ മനോജ് വാജ്പേയിയുടെ തന്നെ എനിക്ക് ആദ്യം അത് OTTയിൽ റിലീസായ പടമായിരുന്നു തോന്നുന്നു. സിർഫ് ഏക് ബന്ദാഹി കാഫി ഹൈ, ഇതൊക്കെ എന്ന് പറയുന്നത് മികച്ച സിനിമകളാണ്. പിന്നെ അതൊന്നും എന്റർടൈൻമെന്റ് അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. വോൾസം എന്റർടൈൻമെന്റ് കൊണ്ട് അവര് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ നിർവചനം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. പിന്നെ ബെസ്റ്റ് തമിഴ് ഫിലിം പാർക്കിംഗ് ഒരു വ്യത്യസ്തമായ നല്ല ഒരു സിനിമ തന്നെയായിരുന്നു. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ ഒരു കാറ്റഗറിയിൽ ആ സിനിമയ്ക്ക് അവാർഡ് കിട്ടുമായിരുന്നോ എന്ന് പ്രതീക്ഷിച്ചെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. കാരണം എനിക്കറിയത്തില്ല, ആ കാറ്റഗറിയിൽ തന്നെ ആയിരുന്നു തമിഴിലെ വിടുതലൈ പാർട്ട് 1 ഒക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അത് സെൻസർ ചെയ്തത് അതിന് നേരത്തെ ആണോ അതുകൊണ്ട് കൺസിഡർ ചെയ്യാത്തതാണോ എന്നറിയില്ല. ഈവൻ ചിത്ത എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ ഇമോഷണലി ആ ഒരു റണ്ണിൽ ഉള്ള ഒരു സിനിമയാണ്. അതൊക്കെ അവിടെ പാർക്കിംഗ് കൺസിഡർ ചെയ്തത് ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല. അതിലെ അഭിനയത്തിന് മുത്തുപ്പെട്ട സോനു ഭാസ്കർ, പുള്ളിക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ള അവാർഡും കിട്ടി. അത് വളരെ നല്ല കാര്യമായിട്ടാണ്, അത് നല്ലൊരു ജഡ്ജ്മെന്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് തെലുങ്ക് പടത്തിലേക്ക് വരും. ഞാൻ അധികം തെലുങ്ക് പടങ്ങൾ കാണുന്ന ആളല്ല. എല്ലാവരും കാണുന്ന രീതിയിൽ വലിയ ഹൈപ്പിലൊക്കെ വരുന്ന സിനിമകളാണ് കാണുന്നത്. ഭഗവത് കേസരി അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മളുടെ സ്വന്തം ബാലയ്യ അഭിനയിച്ച ആ ഒരു സിനിമയാണ് ഭഗവത് കേസരി. ഈ സിനിമ തന്നെയാണോ ഇനി നമ്മളുടെ വിജയിയുടെ ജനനായകനായിട്ട് വരുന്നത്? അങ്ങനെ ഒരു റൂമറും കേൾക്കുന്നുണ്ട്. ഈ സിനിമ തന്നെയാണെന്ന് തോന്നുന്നു. ഈ പടം ആണോ ഡിസർവിങ് എന്നുള്ളത് ഈ തെലുങ്ക് പടങ്ങൾ കാണുന്നവർ പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ബലഗാം അങ്ങനെ കണ്ടൊക്കെ ഒരു പടം കുറച്ചുകൂടെ ഡിസർവിങ് ആയിരുന്നു എന്ന് എവിടെയൊക്കെ കേട്ടു. ആ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. ബലഗാമൻ്റെ അതേപോലെ നമ്മുടെ നാനി അഭിനയിച്ച ഒന്ന് രണ്ട് സിനിമകളുണ്ടായിരുന്നു. ഹായ് നന്ന ഒക്കെ 2023 ഇറങ്ങിയ സിനിമ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിമേ അതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഒന്ന് മാത്രം പറയാനുള്ളൂ, ജയ് ബാലയ്യ. അത്രയൊക്കെ കോൺട്രവേഴ്സ്യൽ പ്ലസ് ജോക്ക് അവാർഡ് നിർണ്ണയങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചെങ്കിലും വേറെ കുറെ മലയാളത്തിലേക്ക് വന്ന കുറെ അവാർഡുകളുണ്ട്. അതിലെ പെക്യുലർ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്ന അനിമൽ പടത്തിലെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് നിന്നും ഒരു 2-3 മലയാളീസിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്പെഷ്യൽ മെൻഷൻ ഫോർ റീ റെക്കോർഡിംഗ് MR രാജകൃഷ്ണൻ. പിന്നെ ബെസ്റ്റ് സൗണ്ട് ഡിസൈൻ സച്ചിൻ സുധാകരൻ ആൻഡ് ഹരിഹരൻ ഫോർ അനിമൽ. ബെസ്റ്റ് എഡിറ്റിംഗ് നിതിൻ മുരളി ഫോർ പൂക്കാലം. ആ പടം ഇപ്പൊ ആലോചിക്കുമ്പോൾ ശരിയാണ്, അതിനകത്തില് ഡിഫറെന്റ് ടൈം ലൈൻസ് ഉണ്ട്. ആ ടൈം ലൈൻസ് ഒക്കെ വളരെ സീംലെസ് ആയിട്ട് ആ ഒരു സ്വിച്ചിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഉണ്ട്. അങ്ങനെ ഒക്കെ നോക്കുമ്പോൾ പൂക്കാലം വളരെ സ്മൂത്തായിട്ട് വളരെ എഡിറ്റിങ്ങിൽ ആ ഒരു ഋതുഭേദങ്ങളൊക്കെ മാറി വരുന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ശരിയാണ്. ബെസ്റ്റ് എഡിറ്റിംഗ് നിതിൻ മുരളി. മോഹൻദാസ് ഫോർ 2018 ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, അതായത് ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ, അത് ഹൈലി ഡിസർവിംഗ് ആയിട്ട് തന്നെയായിരുന്നു. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബെസ്റ്റ് മലയാളം ഫിലിം ഉള്ളൊഴുക്ക്, ക്രിസ്റ്റോ ടോമി, അദ്ദേഹത്തിന്റെ ഡെബ്യൂ മൂവി തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഗംഭീരമായ ഒരു എക്സിക്യൂഷൻ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പെർഫോമൻസസ് അത്രയും തന്നെ ടൈറ്റിലിനോട് റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു എക്സിക്യൂഷൻ. പ്ലസ്
ഇത് ആ സിനിമ കണ്ടവർക്കറിയാം, അതിൻ്റെ ഫസ്റ്റ് സീൻ തൊട്ട് മൊത്തം വെള്ളമാണ്. ആക്ടേഴ്സിനെ ചുറ്റിപ്പറ്റി, കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റി എപ്പോഴും വെള്ളമാണ്. അതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലുകൾ, സിനിമയുടെ ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിൽ ഉള്ള ടെൻഷൻ ബിൽഡ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ അതിനെ ഒരു മെറ്റഫറായിട്ട് ആ വെള്ളത്തിൻ്റെ കയറ്റിറക്കങ്ങൾ ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ ഒരു എക്സിക്യൂഷൻ. പിന്നെ ആ സിനിമയിൽ എനിക്ക് തോന്നുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഗ്രേ ഷെയ്ഡുണ്ട്. അതില്ലാത്ത ഒരു ക്യാരക്ടർ അതിനകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ക്യാരക്ടേഴ്സിനും ഗുഡ് ആൻഡ് ബാഡ് എന്ന് പറയുന്ന ഒരു ഗ്രേ ഷെയ്ഡ് എല്ലാവർക്കും ഉണ്ട്. ആ രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു അത്. വെൽ ഡിസർവിങ് ക്രിസ്റ്റോ ടോമി ഫോർ ഉള്ളൊഴുക്ക്. പിന്നെ നോൺ ഫീച്ചർ ഫിലിം ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴാണെങ്കിൽ മലയാളത്തിൽ സ്പെഷ്യൽ മെൻഷൻ നേടിയിരിക്കുന്ന MK രാമദാസ് ഫോർ നെഗൽ എന്ന് പറയുന്ന പടത്തിൽ. പിന്നെ ഒരു പടത്തിന് വോയിസ് ഓവർ ദ സീക്രട്ട് ജാക്ക് എന്ന് പറയുന്ന പടത്തിന് ഹരികൃഷ്ണൻ എസ്. അപ്പോൾ മലയാളത്തിൽ നിന്ന് ഹിന്ദിയിൽ മാത്രമല്ല കത്തൽ ചക്ക ഉള്ളത് അല്ലെങ്കിൽ പ്ലാവ് ഉള്ളത്, മലയാളത്തിൽ നിന്നും ഒരു പ്ലാവും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വർഷത്തെ നാഷണൽ അവാർഡ്സ്. നാഷണൽ അവാർഡ്സ് എന്ന് പറയുന്നത് പണ്ട് എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ 2 രീതിയിൽ ഇംഗ്ലീഷിൽ ഇറങ്ങിയായിരുന്നു. ഒന്ന് എബ്രഹാം ലിങ്കൺ ഡാനിയൽ ഡേ ലൂയിസും, മറ്റൊരു എബ്രഹാം ലിങ്കൺ. അപ്പോൾ ബേസിക്കലി പറയാൻ ഉദ്ദേശിച്ചത് ഒരു സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ക്ലാസ്സും ഒരു സിനിമ ഭയങ്കര മാസും. അപ്പോൾ അതിൽ പണ്ടെന്ന് കണ്ട ഒരു റൈറ്റിംഗ് എന്ന് പറഞ്ഞത് ഈ ക്ലാസ് പടത്തിന് ഓസ്കാർ അവാർഡും മറ്റേ പടത്തിന് MTV അവാർഡും കിട്ടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ഇതിൻ്റെ രണ്ടും കൂടെ ഒരു മിക്സ് ആക്കിയിട്ടാണ് ഇപ്പോഴത്തെ നമ്മളുടെ നാഷണൽ ഫിലിം അവാർഡ്സ് ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ മറ്റേ എങ്ങും കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേകതരം പരിപാടിയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. അതല്ല എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം.